ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് റിസോർട്ടിലാണുള്ളത്. നമുക്ക് റിസോർട്ടിൽ നിന്ന് നേരെ ഒരു സ്ഥലത്തേക്ക് പോകണം. റിസോർട്ടിലെ കാര്യങ്ങളും ഫീസും കാര്യങ്ങളൊക്കെ അടിച്ച് ഫീസല്ല പൈസയൊക്കെ അടച്ച് നമുക്ക് കൊടുത്തിട്ട് നേരെ ഒരു മിസ്റ്ററി സ്ഥലത്തോളം. മിസ്റ്ററി അല്ല, അതെന്തോ ഒരു കൊട്ടാരം അങ്ങനത്തെ എന്തോ ആണ്. അവിടെ പോയിട്ട് അവിടെ ഒന്ന് ചുറ്റുപാടും നോക്കണം. എന്നിട്ട് നമുക്ക് സിറ്റിയിൽ പോകണം. സിറ്റിയിൽ എന്തിനാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹോം സിറ്റിയിലാണ്. സിറ്റി 1 ഉണ്ട് 2 ഉണ്ട്. അപ്പോൾ ഈ 2 സ്ഥലത്തും ഉണ്ട് ഹോം. നമുക്ക് സിറ്റി 2 പോകേണ്ടത് എന്ന് വെച്ചാൽ സിറ്റി 2 നമ്മളെ BMW ഒരു M4 ഉള്ളത്. അതെടുക്കണം. M4 എടുക്കണം. അതിന് ശേഷം ആ M4 എടുത്തിട്ട് നേരെ ഒരു സ്ഥലം വരെ പോകണം. ആ M4 എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ദുബായ് പോകുന്നത്. M4 നമ്മൾ ദുബായിലേക്ക് എടുക്കും. M4 ദുബായിലേക്ക് എടുത്തിട്ട് ദുബായിലെ വീഡിയോ ഉണ്ടാവും. പിന്നെ ദുബായിൽ നമ്മളൊരു വണ്ടി വാങ്ങണമെന്നുണ്ടാകും വിചാരിക്കുന്നുണ്ട്. വാങ്ങും. നമുക്ക് ഇവിടുത്തെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടുത്തെ പെട്രോൾ അടിക്കണം. ഇവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോൾ നമുക്ക് അടിച്ചേറ്റാം. ഇതാണ് പെട്രോൾ പമ്പ്. അതുപോലത്തെ നമ്മളൊന്ന് മാപ്പിൽ അടയാളപ്പെടുത്തി വെക്കാം. ഇങ്ങോട്ടാണ് CVൻ്റെ എല്ലാം കുറച്ച് അങ്ങോട്ട് ഉള്ളോട്ടാണ്. ഇത് ചെറു പഴയ കൊട്ടാരം പോലത്തെ ഒരു സ്ഥലമാണ്. ചുറ്റും ഓരോ പാലം ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ടോ, ചില പാലെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു ഫുൾ ഓഫ് മിസ്റ്ററി ഒരു പാലമാണ്. നമ്മൾ മാപ്പ് കെട്ടിട്ട് നേരെ റൈറ്റിൽ പോയിട്ട് ഫുൾ ഒരു 200 സ്പീഡ് അങ്ങ് പോകുന്നതാണ്. നമുക്ക് ഇനി നേരെ പോവുക. എന്നിട്ട് അവിടെ കയറുക, മിസ്റ്ററി നോക്കുക, തിരിച്ചു പോവുക. അതാണ് നമ്മളെ പണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസോർട്ടിൽ വന്ന മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ മിസ്റ്ററി ഒപ്പാനാണ്. ആ മിസ്റ്ററിക്കായിട്ട് വരാനാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടുത്തെ റിസോർട്ടും ഭയങ്കര വിൻറ്റേജ് ആംബിയൻസ് ആണ്. സ്വിമ്മിങ് പൂൾ ഉണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് വന്ന് നോക്കാം. പിന്നെ വരാണ്ടിരിക്കണ്ട, മിസ്സാക്കണ്ട. ഒരു ദിവസം അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ മിസ്റ്ററി ഒപ്പാനിറങ്ങി. അങ്ങനെയാണ് ആ മിസ്റ്ററിക്ക് ഇറങ്ങിയത്. മിസ്റ്ററി ഇവിടെ തന്നെ ഉണ്ടാവും. മിസ്റ്ററിയിലെ ആ സ്ഥലം മിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് തന്നെയായിപ്പോയി. ഇവിടുന്ന് നമ്മൾ നേരെ ലെഫ്റ്റിലോട്ട് എടുക്കുക. ലെഫ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കാണാം. അതന്നെ എന്താണ് ഇതിൻ്റെ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു പൊങ്ങുണ്ട്. ഒരു ഹമ്പല്ല, ഒരു കയറ്റം പോലത്തെ. അത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുണ്ട്. അതും കയറി കഴിഞ്ഞാൽ റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇപ്പുറത്ത് ഒന്നുണ്ട് നടുവിലായിട്ട്. അതും കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അപ്പം ഇതൊരു എന്തോ ഒരു കൊട്ടാരമോ അല്ലെ വീടോ അമ്പലമോ അങ്ങനെ എന്തോ ആണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ അടുപ്പിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തോ കാണാം കേട്ടോ. മണ്ണും കല്ലെല്ലൊക്കെ ഒരു പൂപ്പലൊക്കെ പിടിച്ചപ്പോൾ ആ കല്ലൊക്കെ നമുക്കിനി നേരെ ഇതിലെ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെയാണ് വ്യൂ ഉള്ളത്. ഇന്ത്യയിലെ ചുറ്റും ഓരോരോ പാലങ്ങളുണ്ടാവും. അതിൻ്റെയൊക്കെ വ്യൂ അവിടെയാണ്. പിന്നെ ഗൈസ്, നമ്മളെ മീറ്റപ്പിൻ്റെ ഡിസ്കഷൻ്റെ വീഡിയോയിൽ ആരും കമൻ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ ആ വീഡിയോ തന്നെ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി. ഇനി നിങ്ങൾ ആ വീഡിയോ പോയിട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആ വീഡിയോയിൽ മീറ്റപ്പ് നടത്തണമെന്നുണ്ട്, പക്ഷേ ആളില്ലാത്തതാണ്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പൊട്ടിയ പാലവും പിന്നെ പൊട്ടാണ്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ടുള്ള പക്ഷേ ഒരു പഴയ പാലവും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോയിലുള്ളൂ. പിന്നെ മീറ്റപ്പിൻ്റെ കാര്യം നിങ്ങളൊന്നും കൂടി ഓർമ്മിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ പോയിട്ട് കമൻ്റ് ഇട്ടാൽ അമ്മ ഏതാ കാറെന്ന് നമുക്ക് നോക്കിയിട്ട് ഒരു സമയം നോക്കിയിട്ട് നമുക്ക് ഇടുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, നബു വെക്സ്. ബൈ.